ശിവൻ എന്താണെന്ന് ചോദിച്ചാൽ ശവമല്ലാത്തത് എന്തും ശിവൻ എന്ന് പറയുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതെ ശിവന്റെ നാനാ രൂപത്തിലുള്ള നാനാ നാമത്തിലുള്ള ആ ദേശത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആദ്യം ദൈവം എന്താണെന്നറിയണം. അത് കഴിഞ്ഞ് ശിവൻ എന്താണെന്നറിയണം. അത് അറിയാൻ പറ്റാത്തടത്തോളം കാലം ആ ശിവനാമങ്ങളും എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ അന്തിമഹാകാളനാണ് അവിടുത്തെ പ്രതിഷ്ഠ എങ്കിൽ ആ ദേശം, ആ ക്ഷേത്രദേശം പടിഞ്ഞാട്ട് ചരിഞ്ഞിട്ടുള്ള പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്ര സ്വഭാവമായിരിക്കും. ഞാൻ പറയുന്നത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഒന്നെങ്കിൽ പാടശേഖരങ്ങളോ അല്ലെങ്കിൽ ഒഴുക്കുള്ള നദിയോ അല്ലെങ്കിൽ തടാകമോ ഒക്കെ ആയിരിക്കും. അതായത് പടിഞ്ഞാട്ട് ചരിഞ്ഞ് അസ്തമയത്തെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മൗണ്ടിലായിരിക്കും അന്തിമഹാകാളൻ. അതൊരു തുരുത്തുവരെയാവാം. ആ സ്വഭാവമാണ് ആ പ്രദേശത്തിന്റെ, ആ ദേശത്തിന്റെ, ആ ശിവദേഹത്തിന്റെ സ്വഭാവമാണ് ആ നാമം. ഇപ്പൊ രുദ്രൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ് ആ പ്രദേശം. ഒരു കുന്നിന്റെ മുകളാണ് രുദ്രന്റെ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ. അവിടെ രുദ്രനാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ലഭ്യത കുറഞ്ഞ് തെക്കോട്ട് ചരിഞ്ഞിട്ടുള്ള നല്ല വെയിലേറ് കിട്ടുന്ന ഒരു മണിക്കിണർ മാത്രമുള്ള ഒരു പ്രദേശമായിരിക്കും. ആ മണിക്കിണറിൽ വെള്ളം കിട്ടും. എങ്ങനെ? നിത്യപൂജ ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിലോ അതുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശമാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതൊരു ദേശത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ, ഭഗവാന്റെ, ഈ ഭൂമിയുടെ ദേഹത്തിന്റെ സ്വഭാവമാകുന്നു. ഇത് പ്രശ്നവിധിയിലല്ല, ശാസ്ത്രവിധിയിലാണ്. മഹാദേവൻ എന്നാണ് പ്രതിഷ്ഠയെങ്കിൽ അവിടെ ഈശാന കോണിൽ ഒരു വലിയ തീർത്ഥക്കുളം ഉണ്ടാകും. മണ്ണിനും ജലത്തിനും തുല്യ പ്രാധാന്യമുള്ള പ്രദേശമാകും അത്. ഇത് ശാസ്ത്രവിധിയാണ്. മഹാദേവക്ഷേത്രം എന്ന ബോർഡ് കണ്ടാൽ ഉറപ്പിക്കാം ഈശാന കോണിലെ വടക്ക് കിഴക്ക് കോണിലെ വലിയൊരു തീർത്ഥക്കുളം ഉണ്ടാകും. അപ്പോൾ മണ്ണിനും ജലത്തിനും തുല്യ പ്രാധാന്യമുണ്ടായിരിക്കേണ്ട, ജലത്തെയും മണ്ണിനെയും ചേർത്ത് വെക്കേണ്ട, ആ മണ്ണിൽ ജലത്തെ കൊണ്ട് ധാരയെ ചെയ്യിക്കേണ്ട, നദിയെ ജനിപ്പിക്കേണ്ട ഇടമാണ്. അങ്ങനെ ജീവനെ പാർവതിയാൽ പർവ്വതീകരിക്കേണ്ട ഒരു ദേശമാണ് അവിടം എന്ന് നിശ്ചയിക്കാം. ഇത് ദേവവിധിയല്ല, ശാസ്ത്രവിധിയാണ്. ഒരു പരമശിവന്റെ ക്ഷേത്രം നമുക്കൊരു കുന്നിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. ഒരു ഇടുങ്ങിയെടുത്തും പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. വിശാലമായിട്ടുള്ള തടാകത്തിന്റെ അരികിലോ അല്ലെങ്കിൽ കടൽ തീരത്തോ അല്ലെങ്കിൽ മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള വലിയ വിശാലമായിട്ടുള്ള 5 ഭൂതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഇടത്ത് മാത്രമാണ് പരമശിവന്റെ ക്ഷേത്രം പ്രതിഷ്ഠിതമാവുകയുള്ളൂ.